നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം നടന്നു. കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേലക്കര വിങ്ങാനല്ലൂരിലെ NMLP സ്കൂളിൽ വെച്ച് നടന്ന 5-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ വാർഷികാഘോഷം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷൈലീൽ ഉദ്ഘാടനം ചെയ്തു. ഒരയൽക്കൂട്ടത്തിൽ 10 ആളാണെങ്കിലും 15 ആളാണെങ്കിലും 1 രൂപ അടയ്ക്കുന്നുണ്ടെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായ കണക്ക് വേണം. അത് ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെയോ ഒരു CDS അംഗത്തിന്റെയോ ഒരു വാർഡ് മെമ്പറുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ അയൽക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിന് കൃത്യമായ ധാരണ വേണം. അതിനെക്കുറിച്ചൊരു വ്യക്തത വേണം. അതിനെക്കുറിച്ച് ചെയർപേഴ്സണോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ആവശ്യത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ കുടുംബശ്രീ എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തെക്കുറിച്ച് 25 വർഷം പിന്നിടുമ്പോഴും കുറെ പേർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് തിരികെ സ്കൂളിലേക്ക് പരിപാടി സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുത്തവരല്ലേ നിങ്ങളെല്ലാവരും അല്ലേ? ആ പരിപാടി ഒരു നേരം പോക്കായിരുന്നു. എന്റെ സമയം നഷ്ടമായി എന്ന് തോന്നി ആരെങ്കിലും ഉണ്ടോ? ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ച ആകെ ഒരു ദിവസമേ കിട്ടുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും. അതിനിടയ്ക്ക് എങ്ങടാ പോവാ എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ പങ്കെടുക്കാത്ത എല്ലാ ആളുകളും ആദ്യഘട്ടത്തിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ സംസാരങ്ങളും കേട്ടപ്പോ അടുത്തതിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് മഹാഭൂരിപക്ഷം ആളുകളും നമ്മുടെ പഞ്ചായത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഏകദേശം 4600-ൽ പരം ആളുകൾ അതിന്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയേറെ സംവിധാനങ്ങൾ കുടുംബശ്രീ നിങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കുമ്പോ ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ സൗജന്യമായ പഠിക്കാൻ കഴിയും, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന വിദ്യാഭ്യാസം ഒരു കുടുംബശ്രീ അംഗമായതുകൊണ്ട് എന്റെ മക്കൾക്ക് ലഭിക്കും. ആ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടോ? ആധാരവും വീടും വെച്ച് ലക്ഷക്കണക്കിന് രൂപ 10%-നും 12%-നും പലിശയെടുത്ത് സംരംഭങ്ങൾ തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ 3%-നും 4%-നും ലോൺ കൊടുക്കുന്ന കുടുംബശ്രീയെ പോലെയുള്ള കുടുംബശ്രീയുടെ ഇതര സംവിധാനങ്ങളെ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് നമ്മൾ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറിയൊരു അഭിമാനത്തോടു കൂടി പറയാം, ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ട് 1 വർഷം ആയി നിൽക്കണു. ഇനി അടുത്ത ഒരു സംരംഭത്തിന്റെ പണിപ്പുരയിലാണ്. ഒരു 1-2 ഒരു സംരംഭം കൂടി നമ്മൾ തുടങ്ങാൻ പോകും. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഈ വേദിയിൽ വന്ന് നിങ്ങളവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം നമ്മുടെ വാർഡിൽ ഇനി കൂടുതൽ, ഇപ്പോൾ വയസ്സ് പറയും ആളുടെ വാർഡിൽ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ, അതുപോലെ നമുക്കും കൂടുതൽ സംരംഭങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു വേദിയാവണം നമുക്ക് ഇത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. ഗോപാലകൃഷ്ണൻ, A. അസനാർ, LC ബേബി, CDS അംഗങ്ങളായ സരിത പ്രഭാകരൻ, സാലമ ആന്റണി, ഉഷ, വിനോദ് പന്തലാടി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആര് നമ്മൾ എന്താണോ പറഞ്ഞത്, എന്താണോ പ്രസംഗിച്ചത് എന്ന് കേട്ടാൽ അത് കേൾക്കുക, കൈയടിക്കുക. പക്ഷെ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ നമുക്കത് പറയാനുള്ള ചർച്ച ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണിത്. നമ്മളത് ഇന്നും ആ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. 25 കൊല്ലം മുമ്പ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ 25 കൊല്ലം നിങ്ങൾ, പക്ഷെ നമ്മൾ ഇന്നും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡിൽ കഴിഞ്ഞ 22-23 സാമ്പത്തിക വർഷത്തിലെ ആ റിപ്പോർട്ടോട് വായിച്ചു കഴിഞ്ഞാൽ അതിൽ വന്ന പോരായ്മകൾ എന്ത്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന നേട്ടങ്ങൾ എന്ത്, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി നമ്മൾ ചെയ്തിരുന്നു അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ വാർഡിൽ നിന്നല്ല, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, ഏത് വാർഡിലും അത് കാണുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പോരാ, നമുക്ക് പറയാനുള്ള വേദിയാണ് നമ്മളെല്ലാവരും. കാരണം ADS വിളിച്ചാൽ വരുന്നത് 1-2 പേര് ഒരു ഗ്രൂപ്പില്, അങ്ങനെ വരുന്നത് 8-10 പേര് ഒരു ഗ്രൂപ്പിൽ കഴിയുന്നു. പക്ഷെ നമ്മളൊരു വാർഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ADS വാർഷികം നടത്തുന്നത് നമ്മുടെ ആ ഒരു കൊല്ലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണത്. അതിൽ വരുന്ന കുറവുകൾ, നടത്തുന്ന നേട്ടങ്ങൾ, നമ്മൾക്ക് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി.
ढोल बाजे हाय हाय धम धम धाय नगाड़े संग ढोल बाजे हाय हाय धाय धम धाय धिंगड़ाक आजा उड़ के सराट पैरों से बेड़ी जरा खोल नगाड़े संग ढोल बाजे हाय हाय धम धम धाय नगाड़े संग ढोल बाजे हाय हाय धाय धम धाय റൈറ്റ് ന്യൂസ് ചേലക്കര.